കാഞ്ഞങ്ങാട് നഗരസഭയിൽ CPMന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുകയാണ് മുൻ നഗരസഭാ ചെയർമാനായ VV രമേശൻ. LDF ഭരണത്തിലേറിയാൽ നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എക്സ്കലേറ്റർ സ്ഥാപിക്കുമെന്ന് CPMന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി പറയുന്നു. കാഞ്ഞങ്ങാട് നിരവധി വികസന നേട്ടങ്ങൾ സമ്മാനിച്ച കരുത്തുമായാണ് രമേശൻ അംഗത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ VV രമേശൻ അദ്ദേഹം വീണ്ടും ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനവിധി തേടുകയാണ്. രാത്രിയിലും രമേശൻ പ്രചരണ തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രതികരണങ്ങൾ? കാഞ്ഞങ്ങാട്ട് ജനത വളരെ സന്തോഷത്തിലാണ്. പരമാവധി ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മഞ്ചേശ്വരത്തിന് വീണ്ടും കാഞ്ഞങ്ങാടേക്ക്. എന്തൊക്കെയാണ് ഇനി ഈ നഗരത്തിന് അത്യാവശ്യമായ വികസന കാര്യങ്ങൾ? കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വീട് പാവപ്പെട്ടവർക്ക് പണിത് നൽകിയ നഗരസഭ കാഞ്ഞങ്ങാടാണ്. സമ്പൂർണ്ണ ഭവന പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാഞ്ഞങ്ങാട് നഗരം കോട്ടച്ചേരി ഹൃദയഭാഗം ഇവിടെ എപ്പോഴും ഗതാഗതക്കുരുക്ക് പതിവാണ്. അതിനെന്ത് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും? കാഞ്ഞങ്ങാട്ടിൻ്റെ ഗതാഗതക്കുരുക്ക് അഴിക്കും. അതിനേറ്റവും പ്രധാനം 1-2 ഫുട് ഓവർ ഉണ്ടായാൽ ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ വേണ്ടി കഴിയും. അതിന് ആദ്യം തന്നെ പരിഗണന നൽകും. ഫുട് ഓവർ എക്സലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടു കൂടി ആക്കാൻ പറ്റുമെന്നാണ് മനസ്സിൽ കാണുന്നത്. അതിന് നഗരസഭ മുൻകൈയെടുക്കും. MLA ഫണ്ട് ഉപയോഗിക്കും, MP ഫണ്ട് ഉപയോഗിക്കും. അതൊക്കെ വെച്ച് കാഞ്ഞങ്ങാട് ഒന്നിലേറെ ഫുട് ഓവർ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയാൽ ടൗണിൻ്റെ ഇന്നത്തെ തിരക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. CPMന്റെ ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ് മുത്തപ്പനാറ് കാവിൻ്റെ പടിഞ്ഞാറ് ഭാഗം നിൽക്കുന്ന 26-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം. അവിടെ ഏകദേശം 50 മീറ്ററോളം ദൂരത്തേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് മഴക്കാലത്ത്. അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ല. വോട്ടർമാരിൽ നിന്ന് CPMന്റെ വോട്ടർമാരിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച് പ്രതിഷേധങ്ങൾ ഉയരുന്നതായിട്ടുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 4-5ഓളം വാർഡുകളിൽ ഈ പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി റെയിൽവേ ലൈനിന് പാരലായിട്ട് ഒസ്തുർഗിൽ നിന്നും നിത്യാനന്ദ ആശ്രമത്തിൻ്റെ അടുത്തു നിന്നും പടന്നക്കാട് വരെ ഓവുചാൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. ആ ഓവുചാലിന് സർക്കാർ 8 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തുടങ്ങാനുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട് കെയർ പ്രപ്പോസൽ വന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നേരത്തെ ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ആളുകൾ സ്ഥലം വിട്ടു തരാൻ വേണ്ടി സന്നദ്ധമായിരുന്നു. അതിനിടയിലാണ് കെയർ വന്നപ്പോൾ ആ വിട്ടു തന്ന സ്ഥലത്താണ് കെയറിൻ്റെ കുറ്റിയടിച്ചത്. അപ്പോൾ അവർക്കൊരു വലിയ സ്ഥലം നഷ്ടപ്പെടും. അപ്പോൾ അതിന് പാരലായി ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ തന്നെ ഓവുചാൽ നിർമ്മിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഏതായാലും കാഞ്ഞങ്ങാടിൻ്റെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ പദ്ധതി സർക്കാർ സഹായത്തോടു കൂടി അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. എങ്ങനെയുണ്ട് വാർഡ് അതിയാമ്പൂരിൽ താങ്കൾ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്ന വാർഡിലെ? അതിയാമ്പൂർ CPMൻ്റെ ഉറച്ച ഒരു പ്രദേശമാണ്. വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ ഉറച്ച കോട്ടയിൽ പോയിട്ട് മത്സരിച്ചാണ്. അവിടെ നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. തുടർന്നും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോട് കാഞ്ഞങ്ങാട് നഗരസഭ 3ാം വട്ടവും ഭരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിലാണ് CPMന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ VV രമേശൻ മുന്നോട്ട് നീങ്ങുന്നത്. അതിയാമ്പൂർ വാർഡിൽ മത്സരിക്കുമ്പോൾ CPMന്റെ ശക്തി കേന്ദ്രമായതിനാൽ അവിടെ വലിയ ആശങ്കകൾക്ക് സ്ഥാനമില്ല. ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് VV രമേശൻ്റെ പ്രചരണം കാഞ്ഞങ്ങാട്ട് മുന്നേറുന്നത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.